Hi students, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 18 ആണ്. ഓക്കെ, ചാപ്റ്റർ 18. അപ്പോൾ റാൻഡം എക്സ്പെരിമെന്റ്സ് ആൻഡ് ഇവന്റ്സ് ഒബ്ജക്റ്റീവ്സ് റാൻഡം എക്സ്പെരിമെന്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. In day-to-day life, we see that before commencement of a cricket match, two captains go for a toss. നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ച് അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ച് അങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ ടോസ് ചെയ്യാറില്ലേ? ഓക്കെ, അപ്പോൾ ടോസിങ് ഓഫ് എ കോയിൻ ഈസ് ആൻ ആക്ടിവിറ്റി ആൻഡ് ഗെറ്റിംഗ് എയ്തർ ഹെഡ് ഓർ എ ടെയിൽ ആർ ടു പോസിബിൾ ഔട്ട്കംസ്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പോൾ ഒരു ക്രിക്കറ്റിന്റെ കേസിലാണെങ്കിൽ ടോസ് ചെയ്യും, രണ്ട് ടീം ഉണ്ടാവും. ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ടെയിൽ എന്ന് പറഞ്ഞിട്ട് ആ കോയിന്റെ ഹെഡ് ടെയിൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ ഒരു വിളിക്കും, നമുക്ക് ബാറ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബോൾ ചെയ്യുന്നത് ഇത് ടീമാണെന്നൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ അവിടെ രണ്ട് പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. ഒന്നുകിൽ ഹെഡ് വരാൻ അല്ലെങ്കിൽ ടെയിൽ വരാൻ. ഹെഡ് വന്നാൽ അവർക്ക് പോസിറ്റീവ്, അവർക്ക് ബാറ്റ് ആണ് അല്ലെങ്കിൽ ഏതൊരു ബോളാണ്. ഓക്കെ, അതാണ് ടു പോസിബിൾ ഔട്ട്കംസ് അസ്യൂമിങ് ദാറ്റ് ദ കോയിൻ ഡസ് നോട്ട് സ്റ്റാൻഡ് ഓൺ ദ എഡ്ജ്. അതിങ്ങനെ നമ്മൾ എറിയുമ്പം ചിലപ്പോൾ അത് എഡ്ജ് കുത്തി നിൽക്കുക, അതായത് ടെയിലോ ഹെഡോ വീഴാണ്ടും നിൽക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ നോക്കുന്നില്ല, നമ്മൾ ഏതെങ്കിലും ഒന്ന് വീഴുന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതേപോലെ ഇഫ് വി ത്രോ എ ഡൈ, ഓഫ് കോഴ്സ് ഫെയർ ഡൈ, അതായത് ഒരു ഫെയർ ഡൈ ഇല്ലേ, ഡൈ നമ്മൾ ഏണിയും പാമ്പും ഒക്കെ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന അതില്ലേ, ആ ഡൈ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെന്താ വാല്യൂസ് ഉള്ളത്? 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ആ ഡൈന്റെ ആ 6 വാല്യൂസ് ഉണ്ടല്ലോ, 6 ഉണ്ടല്ലോ. അപ്പം ദ പോസിബിൾ ഔട്ട്കം ഓഫ് ദിസ് ആക്ടിവിറ്റി കുഡ് ബി എനി വൺ ഓഫ് ഇറ്റ്സ് ഫേസ് ഹാവിംഗ് ന്യൂമെറിക്കൽസ് നെയിംലി 1 2 3 4 5 6 അറ്റ് ദ ടോപ്പ് ഫേസ്. നമ്മൾ എറിയുമ്പം മേലെ ഏതാണോ വരുന്നത് ആ വാല്യൂ അല്ലേ നമ്മൾ എടുക്കാം. ഇപ്പോൾ ഒരു ഡൈന്റെ കേസിലാണെങ്കിൽ 6 വാല്യൂസ് ഉണ്ടാവും. An activity that yields a result or an outcome is called an experiment. ഓക്കെ, ഈ നമ്മളിപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റി ഒന്നെങ്കിൽ ഡൈ ത്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ ടോസിങ് ഓഫ് എ കോയിൻ, ഇതൊക്കെയാണ് എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. നോർമലി there are variety of outcomes of an experiment and it's matter of change as to which one of these occurs when an experiment is performed. In this lesson proposed a study of various experiments and their outcomes. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ എന്താണ് പഠിക്കുന്നത് വെച്ചാൽ നോക്കാം. Explain the meaning of a random experiment and cite example of their. Explain the role of a chance in such random experiments. Define a sample space corresponding to an experiment. Write a sample space corresponding to a given experiment. Differentiate between various types of events. ഇതാണ് പറയുന്നത്. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ let us consider the following activities. Toss a coin and note the outcomes. There are two possible outcomes, either a head or a tail. നമ്മളിപ്പം ജസ്റ്റ് ആലോചിക്കുക, ഒരു കോയിൻ എടുക്കുക, അത് ടോസ് ചെയ്യുന്നു. ഒന്നുകിൽ അത് ഹെഡ് വരും അല്ലെങ്കിൽ അത് ടെയിൽ വരും, അങ്ങനെയാണല്ലോ. ഇനിയിപ്പം നമ്മൾ ഒരു ഡൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ 1 വരും അല്ലെങ്കിൽ 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം, അങ്ങനെ എന്താ ഫേസിൽ 6 വരാം. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കുക, 2 ഡൈ ഡോസ് ചെയ്യുന്ന വിചാരിക്കും. അപ്പം there are 4 possible outcomes എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 2 ഡൈ ടോസ് ചെയ്യുമ്പോൾ ഒരു ഡൈയിലെ ഹെഡ് വരാം, ചിലപ്പോൾ അടുത്ത ഡൈയിലും ഹെഡ് വരാം. അല്ലെങ്കിൽ ഒരു ഡൈയില് ഫസ്റ്റ് ഡൈയില് ഹെഡ് വരുമ്പോൾ അടുത്ത ഡൈയില് ടെയിൽ വരാം. അല്ലെങ്കിൽ ഫസ്റ്റ് ഡൈയിൽ നമുക്ക് ടെയിൽ വരാം, സെക്കൻഡ് ഡൈയില് ഹെഡ് വരാം. അല്ലെങ്കിൽ ഫസ്റ്റ് ഡൈയില് ടെയിൽ വരാം, സെക്കൻഡ് ഡൈയിലും ടെയിൽ വരാം. അപ്പൊ ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. അതാണ് ഇവിടെ കൊടുത്തത്. ത്രൂ 2 dice and there are 36 possible outcomes which are represented as below. അപ്പൊ നമ്മൾ 2 ഡൈ, ഇപ്പൊ 2 കോയിൻ എന്നാൽ 2 ഡൈ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കാം ഫസ്റ്റ് ഡൈയിൽ ഇപ്പൊ 1 വന്നു എന്ന് വിചാരിക്കും. ഫസ്റ്റ് ഡൈയിൽ നമ്മൾ ഫസ്റ്റ് ഡൈ ഇടുമ്പോൾ അതിൽ 1 വന്നു, പക്ഷെ സെക്കൻഡ് ഡൈയിൽ ചിലപ്പം 1 വരാം, അല്ലെങ്കിൽ 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഇങ്ങനെ പോസിബിലിറ്റി ഇവിടെ തന്നെ 6 പോസിബിലിറ്റി ഉണ്ട്. ഇനി ഫസ്റ്റ് ഡൈയിൽ 2 വരാം ആൻഡ് സെക്കൻഡ് ഡൈയിൽ വേണമെങ്കിൽ 1 2 3 4 5 6 വരാം. ഇവിടെയും 6 പോസിബിലിറ്റി. ഫസ്റ്റ് ഡൈയിൽ ഇപ്പൊ 3 വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഡൈയിൽ 1 2 3 ഇങ്ങനെ വരാം. ഇവിടെയും 6 ആൻഡ് 4 5 6 ഇങ്ങനെയൊക്കെ. ടോട്ടൽ എത്ര?
ആറ് 36 36 പോസിബിലിറ്റി ഉണ്ടാവും എന്നാ പറയുന്നത്. നമുക്കിവിടെ പറയാം, ദാ ഫസ്റ്റ് വണ്ണ് വന്ന ഔട്ട്കംസ് ആണ് 1 1 1 2 1 3 1 4 അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, ഔട്ട്കംസിന് എഴുതേണ്ടത്. ആൻഡ് 2 വന്ന 2 1 2 2 2 3 2 4 2 5 2 6 വരെ എഴുതണം. 3 വന്ന 3 1 3 2 3 3 അങ്ങനെ 3 1 എന്ന് പറഞ്ഞിട്ട് എഴുതാ. ഇവിടെ 4 1 5 1 6 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവും. അപ്പൊ നമ്മള് 6 6 വരെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ അടുത്ത് പറയേണ്ടത്, അപ്പൊ 36 ടോട്ടൽ 36 ഔട്ട്കംസ് ആണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഈച്ച് ഓഫ് ദ എബോവ് മെൻഷൻഡ് ആക്ടിവിറ്റീസ് ഫുൾഫിൽ ദ ഫോളോയിങ് 2 കണ്ടീഷൻസ്. അതായത് ദ ആക്ടിവിറ്റി ക്യാൻ ബി റിപ്പീറ്റഡ് നമ്പർ ഓഫ് ടൈംസ് അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻസ്. Outcome of an activity is not predictable beforehand since the chance play a role and each outcome has the same chance of being selection. Thus, due to the chance playing a role, an activity is repeated under identical conditions. സെയിം വരുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യും. ആൻഡ് ഹൂസ് ഔട്ട്കം ഇസ് നോട്ട് പ്രഡിക്റ്റബിൾ ബിഫോർ ഹാൻഡ് ഈസ് കോൾഡ് റാൻഡം എക്സ്പെരിമെന്റ്. ബിക്കോസ് നമ്മളിപ്പം ഒരു ഡൈ എറിയുമ്പോഴേ നമുക്ക് പറയുന്നില്ലല്ലോ നമ്മളിപ്പോ നമ്മൾ 5 ഇടാൻ പോകുന്നത്, നമുക്കറിയില്ല, നമുക്ക് വരുമ്പല്ലേ കാണാൻ പറ്റൂ. ഇപ്പൊ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൂലല്ലോ അത് ഹെഡ് ആണോ ടെയിൽ ആണോ എന്നത്. അപ്പൊ ഇതെന്താ, പ്രഡിക്റ്റബിൾ അല്ല, അതുകൊണ്ട് തന്നെ ഇതിനെ റാൻഡം ആയിട്ട് വരുന്ന റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, selecting a chair from 100 chairs without preference is a random experiment. The experiment can be repeated under identical conditions. As the selection of the chair without preference, every chair has equal chances for selection. അപ്പൊ നമുക്ക് ഒരു പ്രിഫറൻസും ഇല്ല, 100 കസേര അവിടെ ഉണ്ട്, നമുക്ക് തോന്നിയ പോലെ എടുക്കാം എന്നുള്ളതാണ്. Hence the outcome is not predictable beforehand. നമുക്ക് പറയാൻ പറ്റില്ല. Thus it is a random experiment. ഇതൊരു റാൻഡം എക്സ്പെരിമെന്റ് ആണെന്ന് പറയാം. ഓക്കെ. ഇനി റാൻഡം എക്സ്പെരിമെന്റ്സ് ആൻഡ് ഇവന്റ്സ്, സാമ്പിൾ സ്പേസ്, ഡെഫിനിഷൻ ഓഫ് വേരിയസ് ടേംസ്, അതാണ് നെക്സ്റ്റ് പറയുന്നത്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാല്, വി ത്രോ എ ഡൈ വൺസ്, ഒരു ഡൈ എറിഞ്ഞു. വാട്ട് ആർ ദ പോസിബിലിറ്റി ഔട്ട്കംസ്? 1 to 6 വരെ ഉള്ളതാണ് അതിന്റെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് അല്ലേ. ക്ലിയർലി എ ഡൈ ക്യാൻ ഫോൾ വിത്ത് എനി ഓഫ് ഇറ്റ്സ് ഫേസസ് അറ്റ് ദ ടോപ്പ്. അതിന്റെ ഏത് ഫേസ് വേണമെങ്കിലും നമുക്ക് ഒരു ഡൈ എറിയുമ്പം വരാം. The number on each of the faces is therefore a possible outcome. അപ്പോൾ ഓരോ ഫേസിന്റെ മുമ്പിലുള്ള നമ്പർ ഒന്നില് 1 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും, 3 ആയിരിക്കും, 4 ആയിരിക്കും, അങ്ങനെയല്ലേ. സോ നമ്മൾ എസ് സാമ്പിൾ ഇതിന് സെറ്റ് എസ് ഈക്വൽ ടു 1 2 3 4 5 6 ഇടാം. അഗൈൻ വി ടോസ് എ കോയിൻ. കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒന്നിക്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. സോ എസ് ഈക്വൽ ടു എച്ച് ഓർ ടി. The set is associated with an experiment satisfying the following properties. Each element of S denotes a possible outcome of an experiment. Okay? ഇപ്പൊ എസ് സെറ്റിൽ ഉണ്ടാവുന്ന ഓരോ എലമെന്റും അതൊരു ഔട്ട്കം ആണ്. അത് നമ്മൾ കിട്ടുന്ന ഒരു റിസൾട്ട് ആണ് അല്ലെ. ഇപ്പം ഹെഡ് എന്ന് പറയുന്നത് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ്. ടെയിൽ പറയുന്നത് അതാണ്. ഇപ്പൊ 1 ആയാലും 3 ആയാലും 5 ആയാലും ഇതൊക്കെ എന്താ, 4 ആയാലും ഇതൊക്കെ എന്താ, നമുക്ക് ഡൈ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്സ് ആണ്. അപ്പം each element S denotes a possible outcome of the experiment. Any trial result in an outcome that corresponds to one and only one element of the set S is called a sample space. അപ്പോൾ ഇവിടെ എന്താ, result is an outcome that corresponds to one and only one element of a set. അതിനാണ് sample space of the experiment എന്ന് പറയുന്നത്. And elements is called sample points. Sample space is generally denoted as S. ഇനി എക്സാമ്പിൾ ആണ് പറയുന്നത്. എക്സാമ്പിൾ, കൺസിഡർ ആൻ എക്സ്പെരിമെന്റ് ഓഫ് റോളിംഗ് എ ഫെയർ ഡൈ ആൻഡ് ദെൻ ടോസിങ് എ കോയിൻ. ഒരു എന്താ പറയാ, നമ്മൾ ഒരു എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ റോളിംഗ് എ ഫെയർ ഡൈ ആൻഡ് ദെൻ ടോസിങ് എ കോയിൻ. ഇവിടെ എന്താ പറയാ നോക്കാം. നമ്മള് റോളിംഗ് എ ഡൈ എന്ന് പറയുമ്പോൾ ഔട്ട്കംസ് പറയുന്നത് 1 to 6 വരെ വരാം. ഓൺ ടോസിങ് എ കോയിൻ ഇസ് എ പോസിബിൾ ഔട്ട്കംസ് ഹെഡ് ഓർ ടെയിൽ. ഓക്കെ, ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ വരാം. അപ്പൊ നമ്മള് എന്താ ത്രോയിങ് എ ഡൈ, അപ്പൊ എത്ര 1 2 3 4 6 അല്ലേ. അത് നമ്മളിങ്ങനെ ത്രോ ചെയ്ത്, അപ്പൊ ഇങ്ങനെ പോസിബിലിറ്റി വരാം. ആൻഡ് എന്നിട്ട് ടോസിങ് എ ഡൈ,
ടോസിങ് ഡൈ പറയുമ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. 0 എന്ന് പറയുന്നത് ഇവിടെ ഹെഡ് വന്നാലാണ്, ടെയിൽ വന്നാൽ 1 എന്നാണ്. അപ്പം നമ്മളിവിടെ പറയുന്നത് in a rolling a die possible outcomes ഇത്. On tossing a coin the possible outcomes are either head or tail എന്ന് പറഞ്ഞു. ആൻഡ് നമ്മൾ പറയാ ഇവിടെ നമ്മൾ പറഞ്ഞു ഹെഡിന് 0യും ടെയിലിന് 1ഉം ആണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ ത്രോയിങ് ഡൈ പറയുമ്പോൾ ഇതാ 1 to 6 വരുന്നുണ്ട്. ടോസ് ചെയ്യുമ്പോൾ 0 പറഞ്ഞാൽ നമ്മൾ ഹെഡ് ആണെന്നും പറഞ്ഞു, 1 പറഞ്ഞാൽ ടി ആണെന്നും പറഞ്ഞു. അപ്പൊ 1ന്റെ ഇതെന്ന് പറഞ്ഞത് ഒന്നുകിൽ 1ന്റെ ഒപ്പം ഒന്നുകിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. 1 0 ഓർ 1 1 വരാം. 2ന്റെ ഒപ്പം സെയിം, ഒന്നുകിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. 3ന്റെ ഒപ്പം സെയിം, 4ന്റെ ഒന്നിച്ച് സെയിം, 5ന്റെ ഒപ്പം സെയിം ആൻഡ് 6ന്റെ ഒപ്പം സെയിം, ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് ഇതാണ്. 1ന്റെ ഒപ്പം ഇതാ ടോട്ടൽ കിട്ടുന്നത്. ഇതെങ്ങനെ കിട്ടിയാൽ മനസ്സിലായില്ലേ? ഡൈ ഡ്രോ ചെയ്യുമ്പോൾ 6 വാല്യൂസ് വരും. ആൻഡ് ഓരോ ഡൈന്റെ ഒപ്പം ഓരോ കോയിനും ടോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡൈന്റെ ഒപ്പം 1 വാല്യൂന്റെ ഒപ്പം ഒരു കോയിൻ എന്ന് പറയുമ്പോൾ 0 1 ഹെഡ് ടെയിൽ എന്നുള്ള രീതിയിൽ വരും. 2ന്റെ ഒപ്പം 3ന്റെ ഒപ്പം 4ന്റെ ഒപ്പം 5ന്റെ ഒപ്പം 6ന്റെ ഒപ്പം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും വാല്യൂ ചെയ്ത സോ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിപ്പോ എണ്ണി നോക്കിയാൽ എത്ര 12 ഉണ്ടാവും. ഇതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ഒരു ഡൈ ടോസ് ചെയ്യുമ്പോൾ 6 പോസിബിലിറ്റി, ഒരു കോയിൻ എന്ന് പറയുമ്പോൾ 2, അപ്പൊ 6 × 2 എന്ന് പറഞ്ഞാൽ 12 എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് കിട്ടും. ഇനി ഡെഫിനിഷൻ ഓഫ് വേരിയസ് ടേംസ് ആണ് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ പറയുകയാണെങ്കിൽ in an experiment, let us consider an example of tossing a coin. In this experiment, we may be interested in getting a head. Then the outcome head is an event. Okay. In an experiment of throwing a die, our interest may be in getting an even number. അതായത് നമ്മളിപ്പോ ഒരു കോയിൻ ടോസ് ചെയ്യാണെന്ന് വിചാരിക്കും. ഈ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ വി ഇൻട്രസ്റ്റ് എന്താ ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ, സോറി വി ഇൻട്രസ്റ്റഡ് ഗെറ്റിംഗ് എ ഹെഡ് വേണമെന്നാണ് നമ്മൾ ഇൻട്രസ്റ്റ്. ദെൻ ദ ഔട്ട്കം ഹെഡ് ഈസ് ആൻ ഇവന്റ്. ഓക്കെ, നമ്മൾ മനസ്സിലായില്ലേ? കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് വേണമെന്നാണ്, ടെയിൽ വേണ്ട, ഹെഡാ വേണ്ടത്. അപ്പോൾ ഇൻ ദിസ് എക്സ്പെരിമെന്റ് ഓഫ് ത്രോയിങ് എ ഡൈ എക്സ്പെരിമെന്റിൽ നമുക്ക് ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ ആണ്. അതായത് ഇപ്പം 1 2 3 4 5 6 എന്നുള്ളത് നമുക്ക് കിട്ടാനുള്ള ചാൻസ്, പക്ഷെ ഈവൺ നമ്പറേ വേണ്ടു. അതായത് 2 4 6 കിട്ടാൻ പാടുള്ളൂ. അതാണ് നമ്മൾ ഔട്ട്കംസ് വേണ്ടത്. We have seen that experiment which stuff repeated under identical conditions does not give unique results but may result in any one of the several possible outcomes which constitute the sample space. Some outcome of the sample space satisfies a specified description which we call an event. അതായത് നമ്മുടെ റിസൾട്ട് ഔട്ട്കംസ് കിട്ടൂലേ, അപ്പൊ അങ്ങനെ കിട്ടുന്ന സം ഔട്ട്കംസ് ഓഫ് ദ സാമ്പിൾ സ്പേസ് സാറ്റിസ്ഫൈ എ സ്പെസിഫൈഡ് ഡിസ്ക്രിപ്ഷൻ, അതിനാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. വി ഓഫൺ യൂസ് ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ABC എക്സെട്ര ടു റെപ്രസെന്റ് ദ ഇവന്റ്. ഇവന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാപ്സ് ABC എക്സെട്ര ഇതാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലെറ്റ് ഇ ഡിനോട്ട് ദ എക്സ്പെരിമെന്റ് ഓഫ് ടോസിംഗ് 3 കോയിൻസ് അറ്റ് എ ടൈം. അതായത് ഒരു സമയത്ത് തന്നെ 3 കോയിൻസ് ടോസ് ചെയ്യുന്ന പറയുന്നത്. ലിസ്റ്റ് ഓൾ ദ പോസിബിൾ events. The number of heads exceed the number of tails, getting 2 heads. അപ്പം നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് എക്സീഡ്സ് ദ നമ്പർ ഓഫ് ടെയിൽസ് എന്നാണ് പറയുന്നത്. അതെങ്ങനെ കാണുമെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് കോയിൻ വരുമ്പം എന്താ പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് കോയിൻ എന്ന് പറയുമ്പോൾ ഒരു ഹെഡും ഒരു ടെയിലും ഉണ്ട്. എന്നിട്ട് ഇത് വെച്ച് നമ്മൾ സെക്കൻഡ് കോയിൻ ടോസ് ചെയ്യുമ്പോൾ അവിടെ തന്നെ ഒരു എച്ചും ഒരു ടിയും വരാം അല്ലേ? സെക്കൻഡ് കോയിന്റെ ടെയിലിന്റെ കൂടെ ഫസ്റ്റ് ടെയിൽ ആണെങ്കിൽ സെക്കൻഡ് കൂടെ ഹെഡ് ഓർ ടെയിൽ വരാം. ആൻഡ് ഇവിടെ തേർഡ് കോയിനും കൂടി ഉണ്ട്. അപ്പൊ ഈ ഹെഡിന്റെ അപ്പുറം തന്നെ ഒരു ഹെഡ് ടെയിൽ വരാം, ഇതിന്റെ അപ്പുറം തന്നെ ഒരു ഹെഡ് ടെയിൽ വരാം, ഇങ്ങനെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത് 3 എച്ച് 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 ടി എച്ച് ടി എച്ച് ആൻഡ് എച്ച് ടി 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 എച്ച് എച്ച് THT and THH, sorry, ഇത് TTH, TTT
അങ്ങനെ ഇത്രയും കിട്ടും. അപ്പൊ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഇത് എടുത്ത് എഴുതാം. എച്ച് 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 ടി എച്ച് ടി എച്ച് എച്ച് ടി 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 എച്ച് എച്ച് ടി എച്ച് ടി 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 എച്ച് ടി 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 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ആൻഡ് ഇതിന് നമ്മൾ W1 W2 W3 അങ്ങനെ പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ടോട്ടൽ 8 ഉണ്ട്. If E1 is the event that the number of heads exceeds the number of tails എന്ന് പറയുന്നത്, and E2 is the event getting 2 heads. അപ്പം നമ്മളെ E1 എന്ന് പറയുന്നത് ടെയിലിനെക്കാട്ടിയും ഹെഡ്സ് ഉള്ളതാണ് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ഹെഡ്സ് എക്സീസ് ദ നമ്പർ ഓഫ് ടെയിൽ എന്ന് പറയുന്നത്. ടെയിലിനെക്കാട്ടിയും ഹെഡ് ഉണ്ടാവണമെന്ന്. അപ്പൊ ഇവിടെ നോക്ക്, എച്ച് 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 എന്ന് പറയുമ്പോൾ ഫുള്ള് ഹെഡാണ്. അപ്പൊ നമുക്ക് കൊടുക്കാം. W2 പറഞ്ഞതാ രണ്ടും ഹെഡാണ്, ടെയിലിനെക്കാട്ടിയും ഹെഡാണ് ഉള്ളത്. W3യിലും അതാ ടെയിലിനെക്കാട്ടി ഉള്ളത് ഹെഡാണ്. പക്ഷെ W4ലല്ലോ, രണ്ട് ടെയിലാണ് ഉള്ളത്, ഹെഡിനെക്കാട്ടി ഇവിടെ ടെയിലാണ് ഉള്ളത്. അപ്പൊ ഇത് എടുക്കാൻ പറ്റില്ല. THH എടുക്കാൻ പറ്റും. ബിക്കോസ് എന്താ, രണ്ട് ഹെഡും ഒരു ടെയിലേ ഉള്ളൂ. ഇവിടെ ഒക്കെ രണ്ട് ടെയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ E1 എന്നുള്ള ഒരു ഇവന്റ്, അതായത് നമ്മൾ ഇവന്റ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ എന്താ, ഇവിടെ പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് എക്സീഡ്സ് ദ നമ്പർ ഓഫ് ടെയിൽ എന്നാണ്. E2 എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ്. രണ്ട് ഹെഡ്സ് ഉള്ളത്, മിനിമം രണ്ട് ഹെഡ്സ് ഉള്ളത് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അപ്പം അല്ല, 2 ഹെഡ്സ് ഉള്ള ഇവന്റ്സ് ഏത്? ഇപ്പൊ ഇവിടെ 2 ഹെഡ് ആണ്, W2 പറഞ്ഞ 2 ഹെഡ്. W3യിലും 2 ഹെഡ് ഉണ്ട്, W5ലും 2 ഹെഡ് ഉണ്ട്. അപ്പം ഇതാണ് E2 എന്ന് പറയുന്ന ഒരു ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ നമ്മൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, റാൻഡം എക്സ്പെരിമെന്റ്സ് ആൻഡ് ഇവന്റ്സ്, ഈക്വലി ലൈക്ലി ഇവന്റ്സ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്, എക്സോസ്റ്റീവ് ഇവന്റ്സ്, ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് പറയുന്നത്. അപ്പോ ഇത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറയാം ഈക്വലി ലൈക്ലി ഇവന്റ്സ്. എന്താണ് ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്ന് വെച്ചാൽ, ഔട്ട്കംസ് ഓഫ് എ ട്രയൽ ആർ സെഡ് ടു ബി ഈക്വലി ലൈക്ലി. ഈക്വലി ലൈക്ലി ആണ് പറയുന്നുണ്ടെങ്കിൽ, if taking into consideration all the relevant evidences, there is no reason to expect one in preference to other. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. In tossing an unbiased coin, getting a head or tail are equally likely events. അതായത് നമ്മളിപ്പോ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് കിട്ടുന്നതും ടെയില് കിട്ടുന്നതും ഈക്വൽ ആണല്ലോ. പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആണല്ലോ. അപ്പൊ നമ്മളത് ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അതേപോലെ ഇപ്പൊ ത്രോയിങ് എ ഫെയർ ഡൈ എന്ന് പറയുമ്പോൾ all 6 faces are equally likely to come. അതെ, നമ്മളിപ്പോ ഒരു ഡൈ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വാല്യൂസ് വേണമെങ്കിലും വരാം. അതായത് 1, 2, അപ്പം ചാൻസ് പറഞ്ഞത് എന്ത് വരാനുള്ള ചാൻസും ഈക്വൽ ആണ്. അതായത് ഇപ്പൊ 1 വരാനുള്ള ചാൻസും അല്ലെങ്കിൽ 2 വരാനുള്ള ചാൻസും നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഏത് വേണമെങ്കിലും വരാം. ചാൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പം in drawing a card from well shuffled deck of 52 cards പറയല്ലേ നമ്മള്, അപ്പൊ 52 കാർഡ്സ് ആണല്ലോ ഉള്ളത്. അതില് എന്താ 52 cards are equally likely to come. നമ്മള് 52 കാർഡ് ഒപ്പരം എടുത്തു, അതിലിപ്പം ജോക്കർ, മറ്റേ കിങ്, ക്വീൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നില്ലേ വാല്യൂസ്, കുറെ വരുന്നില്ലേ. ടോട്ടൽ 52 കാർഡ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഷഫിൾ ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. 52 വരാനുള്ള ചാൻസ് എന്താ ഈക്വൽ ആണ്. അതാണ് ഈക്വലി ലൈക്ലി ഇവന്റ്സ് പറയുന്നത്. ഔട്ട്കംസ് ഓഫ് എ ട്രയൽ ആർ സെഡ് ടു ബി ഈക്വലി ലൈക്ലി if taking into consideration all the relevant evidence, there is no reason to expect one in preference to other. അതായത് നമുക്ക് പ്രിഫറൻസ് ഇല്ലാണ്ട് തന്നെ അത് വരാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോ നമ്മൾ എന്താ പറയാന്ന് വെച്ചാല്, ഇൻ ടോസിങ്, ഇതാണ് എക്സാമ്പിൾ പറയുന്നത്. സോറി, ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് പറഞ്ഞ എന്താണെന്ന് നോക്കാം. ഇവന്റ്സ് ആർ സെഡ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് if the happening of any one of them preludes the happening of all others, if no two or more of them can happen simultaneously in the same trial. അതായത് ഇപ്പൊ നമ്മളൊരു ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ തരും. അതായത് നമ്മളിപ്പോ ത്രോയിങ് എ ഡൈ, all of the 6 faces numbered 1 to 6 are mutually exclusive. അല്ലെ, ഡൈലി 1 to 6 എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഇഫ് എനി വൺ ഓഫ് ദീസ് ഫേസസ് കം ഓൺ ദ ടോപ്പ്, അതിൽ ഏത് വേണമെങ്കിലും
ഏത് നമ്പർ വേണമെങ്കിലും ടോപ്പിൽ വരാം. ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് അതേഴ്സ് ഇൻ ദ സെയിം ട്രയൽ ഈസ് റൂൾഡ് ഔട്ട്. അതായത് എനി വൺ ഓഫ് ദ ഫേസ് കം ഔട്ട് വരാം. പിന്നെ ദ പോസിബിലിറ്റി ഓഫ് അതേഴ്സ്, അതായത് ഏതെങ്കിലും ഒന്ന് വരാം മേലെ. ബാക്കിയുള്ളതിന്റെ എന്താ പോസിബിലിറ്റി ഇല്ലേ, അതും സെയിം തന്നെയല്ലേ. When two coins are tossed, the events that both should come up tails and the events that are there must be at least one head are mutually exclusive. Mathematically, events are said to be mutually exclusive if their intersection of null set. Exhaustive events, if we have a collection of events with the property that no matter what the outcome of the experiment, എക്സോസ്റ്റീവ് ഇവന്റ്സ് എന്ന് വെച്ചാൽ അതിന്റെ ഔട്ട്കം എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ഇവന്റ്സ് വിത്ത് പ്രോപ്പർട്ടി നോ മാറ്റർ വാട്ട് ദ ഔട്ട്കം ഓഫ് ദ എക്സ്പെരിമെന്റ്. എന്താണ് അതിന്റെ ഔട്ട്കം എന്നുള്ളത് കാര്യമില്ല. വൺ ഓഫ് ദ ഇവന്റ്സ് ഇൻ ദ കളക്ഷൻ മസ്റ്റ് ഒക്കർ, ദാറ്റ് വി സേ ദാറ്റ് ഇവന്റ്സ് ഇൻ ദ കളക്ഷൻ ഓഫ് എക്സോസ്റ്റീവ് ഇവന്റ്സ്. അവിടെ ഏതെങ്കിലും ഒരു ഇവന്റ്സ് ഉണ്ടാവണമെന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുമ്പോഴത്തേനും when a die roll ചെയ്യുന്നു, the event of getting an even number and the event of getting an odd number are exhaustive events. ഇത് രണ്ടും എക്സോസ്റ്റീവ് ഇവന്റ് ആണ്. or when two coins are tossed, event that at least one head will come up and the event that at least one tail will come up are exhaustive events. Okay. Mathematically, a collection of events is said to be exhaustive if the union of these events is the complete sample space. അതായത് എക്സോസ്റ്റീവ് ഇവന്റ്സ് ആണ് നമ്മൾ ഓരോ ഇവന്റ്സിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അത് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള എല്ലാ പോസിബിലിറ്റിയും ഇൻക്ലൂഡഡ് ആവണം എന്ന്. നമുക്കിപ്പോ സാമ്പിൾ സ്പേസിൽ പറഞ്ഞാൽ ഒരു കണ്ടീഷനും ഇല്ലാണ്ട് എത്രയൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ സാമ്പിൾ സ്പേസിൽ പറയുന്നത്. അപ്പൊ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ചാൻസ് ഒന്നെങ്കിൽ ഇപ്പം 2 കോയിൻസ് ടോസ് ചെയ്യുമ്പം ഒരു ഹെഡ് വരാനും അല്ലെങ്കിൽ ഒരു ടെയിൽ വരാനോ ഉള്ള ചാൻസിനാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ഇവന്റ്സ് പറയുന്നത്. ആൻഡ് ഇതിന് നമ്മൾ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഹെഡ് വരാനുള്ള ചാൻസിന്റെയും ടെയിൽ വരാനുള്ള ചാൻസിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻഡിപെൻഡന്റ് and dependent events. A set of events is said to be independent ആണെന്ന് പറയുന്നത് if the happening of any one of the event does not affect the happening of others. ഇപ്പം ഒരു ഇവന്റ് ഉണ്ടാവുന്നില്ലേ സംഭവിക്കുമ്പം അതെന്ന് വെച്ചാൽ അടുത്ത ഇവന്റിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. അതായത് ഇഫ് ഓൺ ദ അതർ ഹാൻഡ് ദ ഹാപ്പനിങ് ഓഫ് എനി വൺ ഓഫ് ദ ഇവന്റ് ഇൻഫ്ലുവൻസ് ദ ഹാപ്പനിങ് ഓഫ് അതർ, ദ ഇവന്റ് ഇസ് സെഡ് ടു ബി ഡിപ്പെൻഡന്റ്. അതായത് നമുക്കിപ്പോൾ ഒരു ഇവന്റ് ഉണ്ടാക്കണം, ഒരു ഇവന്റ് നമുക്ക് വേണം, അതെന്ന് വെച്ചാൽ ബാക്കി മറ്റ് ഇവന്റിനെ ഡിപ്പെൻഡ് ചെയ്തത് ആയിരിക്കൂടാ. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോ ഒരു ഇവന്റ് വരുമ്പം നെക്സ്റ്റ് ഇവന്റിനെ അത് അഫക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ നെക്സ്റ്റ് ഇവന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പുതിയൊരു ഇവന്റ് ഉണ്ടാക്കാനോ പാടില്ല. അത് ടോട്ടലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇൻ ടോസിങ് ആൻ അൺബയാസ്ഡ് കോയിൻ ദ ഇവന്റ് ഓഫ് ഗെറ്റിംഗ് ഹെഡ് in the first toss is independent of getting head in the second. Okay. അതേപോലെ അതായത് ഇപ്പൊ നമ്മള് ഒരു കോയിൻ ടോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് കിട്ടാനുള്ള ഫസ്റ്റ് ടോസിൽ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ടോസിൽ മറ്റേ ഹെഡ് കിട്ടാനുള്ള ചാൻസ് അല്ലെങ്കിൽ തേർഡ് അതിന് ഡിപ്പെൻഡന്റ് ആയിരിക്കൂടാന്ന് പറയുന്നത്. ഇഫ് യു ഡ്രോ എ കാർഡ് ഫ്രം എ പാക്ക് ഓഫ് വെൽ ഷഫിൾഡ് കാർഡ്സ് 52 കാർഡ്സ് ഉണ്ടെങ്കിൽ അതിൽ ആൻഡ് റീപ്ലേസ് ഇറ്റ് ബിഫോർ ഡ്രോയിങ് ദ സെക്കൻഡ് കാർഡ്, the result of the second row is independent of the first row. Okay. സെക്കൻഡ് ഇടുന്നതും ആൻഡ് ഫസ്റ്റ് ഇടുന്നതും തമ്മിൽ അതിന്റെ റിസൾട്ട് തമ്മിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ബട്ട് ഹൗഎവർ ഇഫ് ദ ഫസ്റ്റ് കാർഡ് ഡ്രോൺ ഈസ് നോട്ട് റീപ്ലേസ്ഡ് then the second card is dependent on first row in the sense that is cannot be the card drawn the first time. ഇതാണ് നമ്മൾ
ഇൻഡിപെൻഡന്റ് ഓഫ് ഇവന്റ്സ് പറയുന്നത്. അപ്പം ഈ ഒരു 4 ടൈപ്സ് ഓഫ് ഇവന്റ്സ് എന്താണെന്നും പിന്നെതാ ഇതെങ്ങനെയാണ് കിട്ടുക, സാമ്പിൾ സ്പേസ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതും അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. കൂടാതെ വെയിറ്റ്, ആക്ച്വലി ഈ മൊഡ്യൂളിൽ ഇത്ര പോലെയാണ് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ദ സാമ്പിൾ സ്പേസ് ഓഫ് 2 ടോസസ് ഓഫ് എ കോയിൻ. 2 ടോസസ് ഓഫ് എ കോയിൻ, നമ്മൾ 3 ടോസസ് ഓഫ് എ കോയിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 ടോസ് നമുക്ക് എന്തായാലും മനസ്സിലാവും. കാരണം ഫസ്റ്റ് ഡോസിൽ ഹെഡ് ടെയില്, സെക്കൻഡ് ടോസിൽ പറഞ്ഞാല് ഇവിടെ ഹെഡിന്റെ ഒപ്പം തന്നെ ഹെഡോ ടെയിലോ വരാം, അല്ലെങ്കിൽ ടെയിലിന്റെ ഒപ്പം ഹെഡോ ടെയിലോ വരാം. അപ്പം എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും സാമ്പിൾ സ്പേസ്. പിന്നെ ഇവിടെ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, സപ്പോസ് വി ടേക്ക് ഓൾ ദ ഡിഫറെന്റ് ഫാമിലീസ് വിത്ത് എക്സാക്ട്ലി 3 ചിൽഡ്രൻ. 3 ചിൽഡ്രൻ ഉണ്ട്. ഫസ്റ്റ് ചൈൽഡ്, സെക്കൻഡ് ചൈൽഡ്, തേർഡ് ചൈൽഡ്. ദ എക്സ്പെരിമെന്റ് കൺസിസ്റ്റ് ഓഫ് ആസ്കിങ് ദം, അതായത് ഇത് ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ള രീതിയിൽ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ചൈൽഡ് റൈറ്റ് ഡൗൺ ദ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ലെറ്റസ് റൈറ്റ് ബി എന്ന് പറഞ്ഞാൽ ബോയ് ആൻഡ് ജി എന്ന് പറഞ്ഞാൽ ഗേൾ എന്നുള്ള രീതിയിൽ പറയാം. ഇപ്പൊ ഫസ്റ്റ് ചൈൽഡ് ബോയ് ആവാനോ അല്ലെങ്കിൽ ഗേൾ ആവാനോ ഉള്ള ചാൻസ് ഉണ്ടല്ലോ. സെക്കൻഡ് ചൈൽഡ് ഒന്നിക്കിൽ ബോയ് ഗേൾ അല്ലേ, ബോയ് ഗേൾ. എവിടെയോ അതന്നെ, തേർഡ് ചൈൽഡ് ബോയ് ഓർ ഗേൾ, ബോയ് ഓർ ഗേൾ. അപ്പൊ നമുക്ക് ഇതിനെ സാമ്പിൾ സ്പേസ് പറയുമ്പോൾ ഫസ്റ്റ് ബോയ് ബോയ് ബോയ്, ബി ബി ബി, അല്ലെങ്കിൽ ബോയ് ബോയ് ഗേൾ, ബി ബി ജി, ബോയ് ഗേൾ ബോയ്, ബോയ് ഗേൾ ഗേൾ. ഓക്കെ, ബി ജി ജി കിട്ടി. ഗേൾ ബോയ് ബോയ്, ജി ബി ബി. ഗേൾ ബോയ് ഗേൾ, ജി ബി ജി. ഗേൾ ഗേൾ ബോയ്, ജി ജി ബി, ഗേൾ ഗേൾ ഗേൾ. ഓക്കെ, ജി 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 വരും. അപ്പൊ അതാ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുക, ബി ബി ബി, ബോയ് 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 എന്ന് പറഞ്ഞിട്ട് ബി ബി. അപ്പൊ സാമ്പിൾ സ്പേസ് പറഞ്ഞതാ ബി 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 മുതൽ ജി 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 വരെ. ഓക്കെ, ഇതിങ്ങനെ എഴുതാം. വളരെ സിമ്പിൾ ആണ്. ബോയ് ബി ആയിട്ട് കൊടുത്തു, ഗേള് ജി ആയിട്ട് കൊടുത്തു, ആൻഡ് പോസിബിലിറ്റി ഇതാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിൽ ബി 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 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി 2 ഡൈ ആണ്. ഇപ്പൊ ഫസ്റ്റ് ഡൈ ഡോസ് ചെയ്യുമ്പോൾ 1 to 6 വരും. ആൻഡ് ഇവിടെ തന്നെ സെക്കൻഡ് ഡൈ ഡോസ് ചെയ്യുമ്പോൾ 1 to 6 തന്നെ ഓരോന്നിലും വരും. 1 1 1 2 1 3 1 4 അങ്ങനെ വരും. ഇതൊക്കെ 6 6 വരെ പേഴ്സ് വരും, 1 1 മുതൽ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.